ലുലു മാളിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു. അപ്പൊ ആകാശമൊക്കെ നോക്കിയേ നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല ആരോഗ്യം വേണമല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ പാരഗണിലേക്കാണ് വിട്ടത്. അവിടുന്ന് ആദ്യം മട്ടൺ സൂപ്പ് കുടിച്ചു. പിന്നെ എവിടെ പോയാലും ദീപേട്ടൻ തിരക്കോട് തിരക്കായിരിക്കും. ഒന്നെങ്കിൽ ഫോണിൽ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മട്ടൺ ചാപ്സും ചപ്പാത്തിയും ആയിരുന്നു. ഞാനാണെങ്കിൽ ഒരു കട്ടൻ ചായയും ദീപേട്ടൻ ഒരു ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പം എന്തൊക്കെയോ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇട ദിവസങ്ങളില് ഇതുപോലെ തിരക്ക് വരാറില്ല. അപ്പോഴാണ് ഞാൻ കണ്ടത് ചോക്ലേറ്റിന്റെ എന്തോ ബിഗ് ചോക്കോ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ ടൈലിൽ വരെ ചോക്ലേറ്റ്. പിന്നെ അതിലെ കറങ്ങി നടന്നപ്പോഴാണ് ഈ ഭംഗിയുള്ള ലൂഫകൾ കണ്ടത് കേട്ടോ. എന്ത് രസമാന്ന് നോക്കിയേ. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ. കുട്ടികൾക്ക് മാത്രമല്ല ഞാനും കുറെ നേരം ഇത് നോക്കി അവിടെ നിന്ന് കേട്ടോ. ഇതൊക്കെ കൂടാതെ ബ്രഷ് പോലത്തെ ലൂഫ, റെയിൻബോയുടെ ലൂഫ, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ലൂഫ, ചകിരിയുടെ ലൂഫ, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നേ. പണ്ടൊക്കെ നമുക്ക് കുളിക്കാൻ ആകെ ചകിരിയോ അല്ലെങ്കിൽ പീച്ചിങ്ങായോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്തേരം കണ്ടുപിടുത്തങ്ങളല്ലേ നടക്കുന്നത്. ഇതൊക്കെ ഓർത്ത് ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് അവിടെയും ബുക്സും ബാഗും ഒക്കെ ആയിട്ട് ബാക്ക് ടു സ്കൂളിന്റെ വീണ്ടും ഓഫർ കണ്ടത്. വെറുതെ അല്ല ഇവിടെ ഇത്രയും തിരക്കെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നേരെ മീനിന്റെ സെക്ഷനിൽ ചെന്ന് മീൻ വാങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മീനിന് ഇങ്ങനെ ഒരു പേര് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. ഉലുവ. ഞാൻ ഉലുവ കണ്ടേക്കുന്നത് നമ്മുടെ സ്പൈസസിനകത്ത് മാത്രമാണ്. ഈ മീൻ നോക്കിയേ. എനിക്ക് കണ്ടിട്ട് വരാലിന്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ തോന്നി കേട്ടോ. എന്തായാലും ഇവൻ എനിക്ക് അത്ര പരിചയമില്ലാത്ത മീനായതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങാൻ നിന്നില്ല. ഞാൻ പാലാ മീനും ചേമീനും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ ഞങ്ങള് നട്ട്സിന്റെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്ന് കുറച്ച് നട്ട്സ് ഒക്കെ വാങ്ങി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞിട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ സ്കൂളിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും കുറെ ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടത്. അതെന്തായാലും വളരെ നന്നായി അല്ലേ. ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറി തിക്കും തിരക്കും ഉണ്ടാക്കാതെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാലോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.